ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ, ലഞ്ചിൻ്റെ കോംബോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം റെഡിയാക്കിയത് ഞങ്ങൾ മോരുകറിയാണ്. അപ്പോൾ മോരുകറി ഇത്തവണ ഞാൻ വേറെ രീതിയിലാട്ടോ വെച്ചത്. വറവിട്ടപ്പോൾ ഞാൻ ചെറിയുള്ളി കൂടെ വറവിട്ടു. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു സാധാരണ നമ്മൾ കടുകും മുളകും കറിവേപ്പിലയും മാത്രമേ, അപ്പോൾ ഇത്തവണ ചെറിയുള്ളി. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. അപ്പം ഞാൻ മോരുകറിക്ക് എടുത്തത് ഒരു കഷ്ണം മത്തൻ ആണ്. അപ്പം ഈ ഒരു വലുപ്പത്തിൽ മത്തൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു കുമ്പളങ്ങേൻ്റെ കഷ്ണം എടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ ചേമ്പ്. അപ്പോൾ ചേമ്പ് ഇട്ടാലേ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഒരു ചേമ്പിൻ്റെ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളെ കൂട്ടത്തിൽ. അപ്പം ഇത്രയാണ് എൻ്റെ കഷ്ണങ്ങൾ. പച്ചമുളകും ആഡ് ചെയ്യണേ. അപ്പോൾ ഇനി ഇത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ ഇതെല്ലാം കൂടെ 1 or 2 വിസിൽ, അതിൽ കൂടുതൽ വേണ്ട, ഒരുപാട് വെന്തുടഞ്ഞു പോവും. അപ്പോൾ ഇതൊരു 2 വിസിലിൽ നമുക്ക് നിർത്താം. അപ്പോൾ ഇത് അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കാരണം ഈ പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരുപാടായി പോവും. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 2 വിസിൽ അടുപ്പിക്കാം. ഈ മഞ്ഞപ്പൊടി ഇട്ട് വിസിലടിക്കുമ്പോഴേ എല്ലാവർക്കും ഒരു സംശയം കേട്ടോ, ഇത് കുക്കറിൻ്റെ പുറത്തേക്ക് തെറിച്ച് വരില്ലേന്ന്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ എന്ത് ഓയിലായാലും കുഴപ്പമില്ല, ഒരു 1.5 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഒരു തുള്ളി പോലും നമുക്ക് പുറത്തേക്ക് വരില്ല. അപ്പോൾ കഷ്ണങ്ങൾ വേവുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ പച്ചമുളക് ഇതിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. തൈര് ഒഴിച്ച് അരച്ചെടുത്താൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിക്കുമ്പോൾ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ അത് അരച്ചെടുക്കാം നമുക്ക്. ഇനി നമ്മുടെ കഷ്ണങ്ങൾ ഇതാ അസലായിട്ട് വെന്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളെ നാളികേരം അരച്ച് വെച്ചത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നാളികേരം അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. ഇതിനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് അരച്ച കാരണം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തൈരാണ് ചേർത്ത് അരച്ചതെന്നുണ്ടെങ്കിൽ ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് ചിലപ്പോൾ ഒന്നും കൂടെ പിരിഞ്ഞു പോകും. അപ്പോൾ ഇതിലിങ്ങനെ വേറെ വേറെ നിൽക്കും നമ്മുടെ കറിയിൽ. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് തൈര് സെപ്പറേറ്റ് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ തൈര് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറി ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഇപ്പം കാണുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം പോലെ തോന്നും, പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ കറി നന്നായിട്ട് കുറുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ കറി. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരുപാട് വെള്ളമായല്ലോ എന്ന് തോന്നുന്നുണ്ടാവും. ഇത് കുറച്ച് കഴിഞ്ഞ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ റെഡിയാവും. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാം. അപ്പോൾ ഞാൻ വറവിടുമ്പോൾ ഇപ്രാവശ്യം കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയുള്ളി ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്തി കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടേ ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ഇടണേ. അപ്പോൾ അതിടാൻ മറന്നു പോകരുത്. മോരുകറിയിൽ നിർബന്ധമായിട്ടും നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്
ഒരു പിഞ്ച് ഉലുവ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ഉള്ളിയൊക്കെ നല്ല കളറ് മാറിയിട്ടുണ്ട്. ഞാനതെൻ്റെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് ഞാൻ അപ്പം തന്നെ അടച്ചു വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അടിപൊളി കോംബോ ഞാൻ പറഞ്ഞുതരാം. ഒരു മെഴുക്കുവരട്ടിയാണ്. അതായത് നമുക്ക് എല്ലാ പച്ചക്കറികളും കൂടെ ഇട്ടിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബീൻസ് ഇത്ര ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കൈപ്പയ്ക്ക, ഒരു ബീട്രൂട്ട്, ക്യാരറ്റ്, അപ്പോൾ പച്ചക്കറികൾ നമുക്കെല്ലാം ഓരോന്ന് വീതം എടുക്കാം ഈ മെഴുക്കുവരട്ടിയിലേക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ബീൻസ് തലയും വാലും കളയാൻ എളുപ്പ വഴിയാട്ടോ ഈ കത്രിക വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മുറിച്ച് കളയാം. ഈ കത്തി വെച്ച് മുറിച്ചെടുക്കുന്നതിനൊക്കെ ഒരുപാട് എളുപ്പത്തിൽ നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫിഷ് കട്ട് ചെയ്യുന്ന കത്രികയാണ്. ഇത് വെച്ച് നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ തലയും വാലും കളയാട്ടോ. പിന്നെ ഞാൻ ബീൻസ് അരിഞ്ഞതേ നടുവൊന്ന് കീറിയെടുത്തിട്ട് നമ്മൾ അവിയലിന് കഷ്ണം മുറിക്കില്ലേ, അപ്പം അത്ര നീളം വേണ്ട, അതിനേക്കാൾ കുറച്ചും കൂടെ നീളം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെഴുക്ക് വരട്ടിയിലേക്ക് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു ഉള്ളി, കുറച്ച് ബീൻസ്, പിന്നെ നമുക്ക് ഒരു കൈപ്പയ്ക്ക എടുക്കാം. ഒരു കൈപ്പയ്ക്ക ഫുൾ എടുക്കണ്ട, അപ്പോൾ മെഴുക്ക് വരട്ടി ഒരുപാട് കഴിച്ചു പോകും. ഒരു അരമുറി എടുക്കാം നമുക്ക് കൈപ്പയ്ക്ക. അങ്ങനെ നമുക്ക് ഇതിലേക്ക് ഒരുവിധം എല്ലാ പച്ചക്കറികളും ആഡ് ചെയ്തിട്ട് നമുക്ക് മെഴുക്ക് വരട്ടിയാക്കാം കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നോക്കാം നമുക്കത്. അപ്പോൾ ഇതാ എൻ്റെ പച്ചക്കറികളെല്ലാം ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ, കോക്കനട്ട് ഓയിലായിരിക്കും നമുക്ക് ഒരുപാട് രുചി തോന്നിക്കുക. അപ്പോൾ അത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് ഞാനിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുറന്ന് വെച്ച് നല്ല പോലെ വഴറ്റിയെടുക്കണം. അപ്പോഴേ ഈ പച്ചക്കറികൾക്കൊക്കെ നല്ല രുചി വരുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് വെച്ച് നല്ല പോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം സമയം നമ്മളിത് സ്റ്റൗവിൽ വെക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഈ ഒരു മെഴുക്ക് വരട്ടി ടേസ്റ്റോടെ കിട്ടില്ല. അപ്പോൾ അതൊന്ന് രുചിയായി വരണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇത് നമ്മൾ സ്റ്റൗവിൽ വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്നും ഇത് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 5 മിനിറ്റ്സേ അടച്ചു വയ്ക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെച്ച് നമ്മൾ ഉലർത്തിയെടുക്കണത് നല്ല പോലെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഈ പച്ചക്കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത്.
ഇതാ നോക്കൂ, എൻ്റെ വെജിറ്റബിൾസൊക്കെ കളറ് മാറിയിട്ടുണ്ട്, നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പോരാ, നമുക്ക് ഇനിയും ഇത് ഒന്നും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ചു നേരം കൂടെ ഞാനിത് സ്റ്റൗവിലിടുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, എൻ്റെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ എനിക്കിന്ന് ചോറിന് മോരുകറിയും നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് വരട്ടിയാണ്. ഒരു മീൻ ഭംഗിക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കോംബോ ആണ് ഇത്. അപ്പോൾ ഈ കോംബോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.